ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും ചായ കുടിച്ചോ? കുറേ ദിവസമല്ലേ ഞാൻ രാവിലെ നമ്മൾ കണ്ടിട്ടല്ല, ഒരാഴ്ചയിലേക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. രാവിലെ ഇത്രയും സമയത്തൊന്നും വീടെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നല്ലോ, ഈ 6 മണിക്കൊക്കെ അല്ലേ. രാവിലെ തന്നെ ഞാൻ കടയിൽ പോയതാണ് കേട്ടോ. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. രാത്രി ഞാൻ അങ്ങനെ നേരിട്ട് മീൻസ് ലേറ്റായിട്ടല്ലേ വീട്ടിൽ വന്നത്, അതുകൊണ്ട് സാധനം വാങ്ങാൻ മറന്നുപോയി കേട്ടോ. ഈ റോഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല, ഞാനിത് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ കടയിൽ പോയിട്ട് വന്നിട്ടേ രാവിലെ അർജൻറ്റായിട്ട് ഡ്യൂട്ടിക്ക് പോകണേ. 7:45 ഞാൻ എന്നറിയാമോ ഞാൻ കൊണ്ടുവന്നറിയാം ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ രാത്രി ഉണ്ടാക്കിയ റാഗി ബോളില്ലേ, റാഗി ബോള് നല്ലപോലെ നമ്മൾ രാത്രിയിൽ പിന്നെ നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കത്തില്ലേ, പഴങ്കഞ്ഞിക്കകത്ത് മുളകും പിന്നെ മോരും പിന്നെന്താ ഒഴിക്കുന്ന, മുളകും മോരും ഉള്ളിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ രാത്രി വെക്കില്ലേ പഴങ്കഞ്ഞി, അതുപോലെ ഇത് ഞാൻ രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ. മുട്ട പൊരിക്കുന്ന അർജൻറ്റ് ഉണ്ടാക്കിയതാണേ. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പം എനിക്ക് രാവിലെ എന്നാൽ പിന്നെ വിചാരിച്ചു ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് നല്ല ഹെൽത്തി ആണല്ലോ, പിന്നെ നല്ലപോലെ വെള്ളം വാട്ടർ കണ്ടൻറ്റും ഉണ്ടല്ലോ, മോരൊക്കെ ഒത്തിരി ഒഴിക്കുമ്പോഴേ. അപ്പം അത് നല്ലപോലെ ഉള്ളിയൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതിൽ ഉപ്പിടാൻ മറന്നുപോയി മുട്ടയ്ക്ക്. ഒന്നുമില്ല, മുട്ടയും ദോശയും. ഉപ്പ് കൂടിയോ ആവോ, ഒന്നുമില്ല, പച്ചമുളകും ഞാൻ മുദ്ദ മിക്സ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഉള്ളി ഇങ്ങനെ പെട്ടെന്ന് പൊളിക്കുക കേട്ടോ. എന്നിട്ട് ഈ ബോക്സിൽ വെച്ച് നല്ലപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക. അല്ല, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ മുന്തയ്ക്കകത്ത് മീൻസ് റാഗി ബോളിലേക്കാണ് ഇടുന്നു. റാഗി ബോൾ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ബോക്സിൽ കൊണ്ടുവന്നാണ് വിചാരിച്ചത്, പിന്നെ ഓർത്ത് മിക്സ് ചെയ്യാന്ന്. ഇത് കണ്ടോ, ഇതാണ് റാഗി ബോൾ, കണ്ടോ? ഓ, എൻ്റെ കുക്കൂന് എന്നാ വേണ്ടേ? എന്ത് നീ റാഗി കഴിക്കുവോ? കൊച്ചിന് ഫുഡ് തന്നല്ലേ, പോയി കഴിക്കുക. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടും. ഇതിൻ്റെ കൂടെ ഈ ഉള്ളിയില്ലേ, ഇത് സ്മാഷ് ചെയ്ത് വെച്ച ഉള്ളി, ജോലിക്ക് പോകാനുള്ള പങ്കപ്പാടേ. പിന്നെ അതിൻ്റെ കൂടെ 2 ഗ്രീൻ ചില്ലി, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മോരില്ലേ, ഈ മോരിനകത്തേക്ക് ഒഴിക്കും. ഒഴിച്ചു. ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് വൈകിട്ട് അപ്പോഴേ ക്ലീൻ ചെയ്യില്ല, വൈകിട്ട് വരുമ്പോൾ എനിക്ക് ഡബിൾ പണിയായിരിക്കും. അപ്പം ഇനി എന്തെങ്കിലും ചെയ്യണം, കുറച്ചിനകത്തേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇത് സ്മാഷ് ചെയ്യണം. ഇത് കണ്ടോ, നമ്മൾ പഴങ്കഞ്ഞി കുടിക്കുന്ന പോലെ തന്നെ, അതിലും നല്ല ടേസ്റ്റ്. പഴങ്കഞ്ഞിക്കകത്ത് പിന്നെ സ്റ്റാർച്ച് അല്ല, പഴങ്കഞ്ഞി നല്ലതാണ് കേട്ടോ, നോട്ട് സ്റ്റാർച്ച്, ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. പക്ഷെ അതിലും ഡബിളാണ് മുദ്ദ, അറിയാലോ, പ്രോട്ടീന്, ഫൈബർ, കാൽഷ്യം, പിന്നെ എല്ലാം ഇതിനകത്തില്ലാത്ത ഒരു സാധനവും ഇല്ല. അതുകൊണ്ടാണ് ഈ വില്ലേജ് പീപ്പിളൊക്കെ മെലിഞ്ഞിരിക്കുന്നത്. അവർക്കധികം ഷുഗറൊന്നും ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിലെല്ലാവർക്കും അങ്ങനെ കേട്ടോ, എല്ലാവരും വല്ല മെലിഞ്ഞോരാ. ഞാൻ മാത്രമേ ഇച്ചിരി തടിയുള്ളൂ അവരുടെ ഫാമിലിയിൽ. നല്ല സ്മാർട്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും കേട്ടോ. ഇതിനറിയാവോ, നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയായി പോകും. ഇത്ര മതി. കുറച്ച് ഉപ്പിടണം അവിടെ ചെല്ലുമ്പോഴേ. ഉപ്പിട്ട് ദിവസം നമുക്ക് ഇളക്കി നോക്കണം. ഉപ്പില്ലെങ്കിൽ പിന്നെ പണിയാവും. അപ്പൊ ഇത് കണ്ടോ, ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവോ? ഇത് കണ്ടോ, ഇത് നല്ല സൂപ്പർ. ഇപ്പോഴേ കുടിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ആട്ടോ. ആ മോരിൻ്റെ, ഉള്ളിയുടെ, ആ പച്ചമുളകിൻ്റെ ഒക്കെ സ്മാഷ് ചെയ്തത് കണ്ടോ,
ഇതിനകത്തൊരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട. ക്ലീൻ ചെയ്തിട്ട് പോയില്ലെങ്കിലേ രാവിലെ എനിക്ക് വൈകിട്ട് വരുമ്പോൾ എനിക്ക് ഡബിൾ പണിയാണ്. അപ്പം ഞാൻ എൻ്റെ ഈ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ഒരു ബോക്സ് ആക്കി, പക്ഷെ ഒരു ബോക്സ് കൊള്ളത്തില്ല. അപ്പം ഇത് ബാക്കി കൊണ്ടുപോയില്ലേ ഫ്രിഡ്ജ് വെച്ചിക്കുവാണെങ്കിൽ വൈകുന്നേരം മീൻസ് രാത്രി കഴിക്കാം. അപ്പം എൻ്റെ ബോക്സ് റെഡിയായി. അപ്പം എൻ്റെ മുട്ടയും ദോശ കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? അപ്പം എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാനുണ്ടല്ലോ എത്ര ലേറ്റായെന്ന് പറഞ്ഞാലും ഞാനുണ്ടല്ലോ ഇവിടേക്ക് അടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. കാരണം നമുക്ക് തന്നെയല്ലേ വൈകിട്ട് പണി. ഹാള് മാത്രം അടിക്കുള്ളൂ കേട്ടോ. ബെഡ്റൂമൊക്കെ ഞാൻ വൈകുന്നേരം വന്നിട്ടേ അടിക്കുള്ളൂ. ഏതോ ഒരു ബ്ലോഗിൽ കണ്ട പോലെ ഒരു ഷോർട്ടിലാന്ന് തോന്നുന്നു, അടിച്ചിട്ട് കുറച്ച് വാരിക്കളയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കും. ആദ്യം വരുന്നതിന് ഇപ്പുറം അല്ലേ കുറച്ച് പൊടിയൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടത്തില്ലേ. അതെനിക്ക് ഓർമ്മ വന്നു. ബെഡ്റൂമൊക്കെ അടച്ചില്ലെങ്കിലുണ്ടല്ലോ. എൻ്റെ കുക്കൂര് ബെഡ്റൂമിൽ എൻ്റെ കുക്കു കിടക്കുന്നു കേട്ടോ. അപ്പോൾ അവളെ അതിനകത്ത് കിടക്കാൻ വേണ്ടി അവൾക്ക് ഞാൻ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ റെഡിയാക്കിയ ദോശ കാണണ്ട, ഒരു ചെറിയ കുട്ടി ദോശ കാണിച്ചു തരാവേ. ബായൊക്കെ റെഡിയായി. ഇത് കണ്ടോ, ചെറിയ ദോശ കേട്ടോ. അത് ഇത് കണ്ടോ, കുഞ്ഞ് ദോശ, 2 ദോശ. പിന്നെ ഇതെന്തിനാ പാത്രം എടുത്തറിയാവോ? മുദ്ദയില്ലേ, മുദ്ദ നമ്മൾ ഇനിയും വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനിയും കുറേ കൂടിപ്പോകും. അപ്പം ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ താഴെ ഒന്നും വീഴത്തില്ല. അതുകൊണ്ടാണ് ഈ പാത്രം സെപ്പറേറ്റ് കൊണ്ടുപോകുന്നത്. അപ്പം ഇതിലൊന്ന് ബാഗ് വെക്കട്ടെ. താഴെ വീഴില്ല. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയായി. ചാർജ് എടുക്കണം, മൊബൈല് ചാർജില്ല, സമയമായി. ഇപ്പം ലൈറ്റെല്ലാം ഓഫ് ചെയ്യട്ടോ കേട്ടോ. കീയൊക്കെ എടുത്തു. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇങ്ങനെയല്ലേ ഡ്യൂട്ടിക്ക് പോകുന്നല്ലേ? എല്ലാവരും ഫാമിലി ഉള്ളവരൊക്കെ ഓടുന്ന ഇതുപോലെയൊക്കെ ആയിരിക്കും അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറയുകയും വേണ്ട. ഇപ്പോൾ ഉണ്ടല്ലോ മൊബൈൽ എടുക്കാൻ ഞാനൊരു പോക്ക് പോയതെന്നറിയാം. മൊബൈൽ ഇവിടെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ മൊബൈൽ എടുക്കാൻ ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോ ഇടാം കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ കൂടി ഒരു ഫിലിമിന് പോയി കേട്ടോ. നമ്മുടെ വിജയുടെ ഫിലിമില്ലേ, തമിഴ് ഗോട്ട് എന്ന് പറയുന്ന ഫിലിമാണ്. നമ്മുടെ വിജയുടെ ലാസ്റ്റ് ഫിലിമല്ലേ. അവൻ പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മീൻസ് പൊളിറ്റിക്സിലേക്ക് പോവല്ലേ. അപ്പം ലാസ്റ്റ് ഫിലിമാണ്. കൊള്ളായിരുന്നു, കുറച്ച് നല്ല ഫിലിമായിരുന്നു കേട്ടോ. 6 മണിക്ക് ഷോയ്ക്കായിരുന്നു പോയത്. ഒരു 8:45 ഫിലിം കഴിഞ്ഞു. കൊള്ളാം, ഒരു പ്രാവശ്യമൊക്കെ കാണാം. ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് എല്ലാവരും വന്ന് കാണും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്റ്റാറാണ് തമിഴിലെ വിജയ്. കന്നഡയിൽ പുനിത്ത്, പക്ഷെ പുനിത്തില്ലല്ലോ. പിന്നെ മലയാളത്തിൽ നമുക്ക് പറയണ്ട. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ശിവപാർവതി ടെമ്പിളാണ്.
ഇത് കുറേ പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം കണ്ട് ഞാൻ നൈറ്റിലാണെന്ന് തോന്നുന്നു, എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ അമ്പലം മൺഡേ ആയതുകൊണ്ടേ ഈ റോഡിലധികം ബിസിയൊന്നും ഇല്ല ഇപ്പോൾ. എൻ്റെ പപ്പിക്കുട്ടൻ്റെ വീട് എത്താറായി കേട്ടോ. ഇന്നലെ ഞാൻ വരുമ്പോഴുണ്ടല്ലോ ഉറങ്ങുമായിരുന്നു, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ വന്നേ. ഒരു 10 മിനിറ്റ് ദൂരം ചെന്നപ്പോഴത്തേക്ക് ഓടി എൻ്റെ പുറകിൽ വന്നു. ആരോ നിൽക്കുന്ന പോലെ നോക്കിപ്പോൾ ഈ കള്ളച്ചെറുക്കൻ നോക്കട്ടെ ഉണ്ടോന്ന്. ചക്കര അവിടെ കിടക്കുന്നുണ്ടാണ്ട് വരുന്നു. വാ, ആരാ ഇത്? എൻ്റെ മേത്ത് കയറും. ഇനി എൻ്റെ മേത്ത് ചെളി പറ്റിക്കല്ല കള്ള നീ. എന്താ അയ്യോ, കണ്ടോ അവൻ്റെ സ്നേഹം കണ്ടോ? ഇതാണ് ഇവരെ സ്നേഹിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇവരെ സ്നേഹിച്ചാൽ പിന്നെ ആരെ സ്നേഹിക്കണ്ട, അത്ര സ്നേഹം ഇവർ തിരിച്ചു തരും. അല്ലാടാ മുത്തേ, ഏനപ്പേ ടൈം ഇല്ല പുട്ടാ, ടൈം ആയിത്തട ടക്കര്, ഡ്യൂട്ടിക്ക് പോകുമ്പോഴേക്കടോ ടക്കര്. ಗುಜ್ಜುಬೋಯಿ ಗುಜ್ಜುಬೋಯಿ ನಿಜ ಮಾಡ್ತಾ ಇದೆಯಾ? ಬೆಳಿಗ್ಗೆ ಜಲ್ದಿ ಎತ್ತಿದೆಯಾ? ഉറങ്ങായിരുന്നോ നീ? ഇത്ര പെട്ടെന്ന് എണീറ്റോ? എന്താ മണം പിടിക്കുമോ? കുക്കുൻ്റെ മണമാണോ? ഞാൻ പോട്ടെ. ടാറ്റാ 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 ടാറ്റാ. കേട്ടോ അവിടെ അത്ര മൺഡേ ആക്ച്വലി ഉണ്ടല്ലോ ഈ റോഡിൽ എപ്പോഴും റഷ് കാണുന്നു കേട്ടോ, തിരക്ക്. പിന്നെ എന്താണെന്ന് അറിയാം, തിരക്കില്ല, സ്കൂളില്ലേ, എന്താവാ എന്താണെന്നറിയില്ല. അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിലേ എന്താണെന്നറിയോ, രാത്രി 1 മണി ഞാൻ കിടന്നപ്പോൾ ഏകദേശം 2 മണി 1:30 മണിയായിട്ടെന്നറിയോ. ഞാൻ വോയിസ് ഓവർ എല്ലാം കൊടുത്തു കഴിഞ്ഞ് കിടന്നപ്പം പുറത്തൊക്കെ ഭയങ്കരമായിട്ട് പടക്കത്തിൻ്റെ സൗണ്ടായിരുന്നു. ഗണേശ ഫെസ്റ്റിവൽ അല്ലായിരുന്നോ? ഗണേശനെ എങ്ങനെ കൊണ്ടുപോകുന്ന വെള്ളത്തിടാൻ വേണ്ടി കൊണ്ടുപോകത്തില്ലേ, അതിൻ്റെ പടക്കത്തിൻ്റെ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ 8:30 വരെ 8 തന്നെ ഫിലിമിന് പോയിട്ട് വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് കത്തിക്കുന്നുണ്ട്. ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ടെന്നാൽ പിന്നെ ഓർത്തു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം അതിൻ്റെ ഇടയ്ക്ക് 2-3 സ്ഥലത്ത് പിന്നെ പടക്കത്തിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് പോകുന്നുണ്ടോ കഥയ്ക്കുന്ന കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാക്കക്കുഞ്ഞ് താഴെ വീണെന്ന്, ആ മേലെ കൂട് കണ്ടു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പം താഴെ വീണ് രാവിലെ കിടക്കുന്നു ആയിട്ട് ഞാൻ അതിനെ എടുത്ത് ഞാൻ രക്ഷപ്പെടുത്താൻ വിചാരിച്ചു. കുറേ സമയം ഒരു 10-15 മിനിറ്റോളം കൈ പിടിച്ചു. പക്ഷേ അതിന് കുഞ്ഞല്ല, അതിൻ്റെ ആ ചുണ്ട് കുത്തി താഴെ വീണിട്ട് ആ ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഹോളായി കേട്ടോ. കാരണം അത് സ്മൂത്തല്ലേ, നമ്മുടെ ന്യൂ ബോൺ ബേബി പോലെയല്ലേ അത്. എന്നിട്ട് അവിടുന്ന് കുറേശ്ശെ ഇങ്ങനെ പിന്നെ ബ്ലഡല്ല, ഇങ്ങനെ വാട്ടറി പോലെ വരുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ കുറേ സമയം പിടിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഈ കാക്കനെ ഇങ്ങനെ വിളിക്കും, എവിടെ കാക്ക വരാൻ. എൻ്റെ അമ്മ മോളിൽ നോക്കിയിരിക്കുമായിരുന്നു, പാവം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഞാനൊരു പേപ്പറിൻ്റെ മുകളിൽ സൈഡിൽ വണ്ടി ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു സൈഡിൽ കൊണ്ട് ഞാൻ കിടത്തിയിട്ടാണ് പോയേ. വൈകുന്നേരം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം എനിക്ക് വിഷമമായതുകൊണ്ട് ഞാൻ നോക്കിയേ ഇല്ല. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ പട്ടികളും ഒക്കെ എടുത്തിട്ട് പോകൂലേ, ഇപ്പം നോക്കിയപ്പം കാക്കയുണ്ട് അവിടെ മേലെ. അപ്പം എൻ്റെ ഈ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ രാവിലത്തെ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.